ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ ഭാവിയിൽ അമേരിക്ക പാലിക്കുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ വെള്ളിയാഴ്ച നിലവിൽ വരുന്നതോടുകൂടി മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പാടെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുകയാണെങ്കിൽ അവരുടെ സ്വഭാവ രീതി അനുസരിച്ച് ഇത് പാലിക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യം പ്രസക്തമാണ്. ഏറ്റവും പ്രധാനമായ രീതിയിൽ ഹോർമുസ് കടലാണ് ഒന്ന്. രണ്ടാമത്തത് സമ്പുഷ്ട യുറേനിയവും അഥവാ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നീട് ലെബനാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ എടുക്കുന്ന സമീപന നിലപാടുകളാണ്. മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ആ 14 നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം 1 മുതൽ 14 വരെ വളരെ കൃത്യതയോടുകൂടി ഇറാൻ ഗവൺമെൻറ് ഔദ്യോഗികപരമായ രീതിയിൽ അംഗീകരിച്ചുകൊണ്ടാണ് മധ്യസ്ഥരായിരിക്കുന്ന പാകിസ്ഥാൻ മുഖാന്തരം അമേരിക്കയ്ക്ക് കൈമാറുന്നത്. അമേരിക്ക അപ്പാടെ തന്നെ അംഗീകരിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു, ഇത് രഹസ്യമാക്കി വെക്കണം എന്നുള്ളത്. എന്നാൽ ഇറാൻ്റെ മീഡിയകൾ അത് ചോർത്തിയെടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഔദ്യോഗികമല്ലെങ്കിൽ പോലും രഹസ്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും അത് സ്വീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അവരെ 100% വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവർ അവസരവാദികളാണ്, അവരത് മാറും. കാര്യം വെച്ചാൽ ഈ വിവരം ലോകം അറിയേണ്ടതാണ്, മധ്യസ്ഥർ അറിയേണ്ടതാണ്, രാജ്യം അറിയേണ്ടതാണ്. അങ്ങനെ അവരൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഭാവിയിൽ അത് അവർ ലംഘിക്കുകയാണെങ്കിൽ പിന്നീട് ഞങ്ങൾ ഈ കാര്യം പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അതൊരു സ്വീകാര്യമില്ലാത്ത രീതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തങ്ങൾ ഈ കാര്യം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മഹർ എന്ന് പറയുന്ന ഇറാൻ്റെ പത്രം, അതോടൊപ്പം തന്നെ ഇർന എന്ന് പറയുന്ന അവരുടെ ചാനൽ, ഇത് രണ്ടിലും ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് വല്ലാത്ത രീതിയിൽ ട്രംപിന് കൊണ്ടുപോയി ട്രംപ് അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിമർശനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പിന്നെ പതുക്കെ കെട്ടടങ്ങി. 14 നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. അതിലൊന്ന് എല്ലാ ഭാഗങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിലാണ് ലെബനാൻ്റെ പേര് പറയുന്നത്. ലെബനാൻ അടക്കമുള്ള സർവ്വ മേഖലയിലും ഇസ്രായേൽ ഇടപെടുന്ന പ്രവർത്തികൾ അവസാനിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര മേഖലയാക്കിയിട്ട് ലെബനാനെ മാറ്റണം. കാര്യം അവരൊരു പരമാധികാരമുള്ള രാജ്യമാണ്. ആയതിനാൽ തന്നെ അതിൻ്റെ പരമാധികാരത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹുമാനിക്കണം എന്നുള്ളതാണ് അതിൽ പറയപ്പെട്ട ആദ്യത്തേത്. രണ്ടാമത് പരമാധികാരത്തെ ബഹുമാനിക്കുക. നമ്മൾ പറഞ്ഞതാണ്, പരമാധികാരത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് അമേരിക്കയോടാണ് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ 2025 ആക്രമിച്ചു, 2026 ആക്രമിച്ചു, 2027 ആക്രമിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അതെന്താ അങ്ങനെ ഉണ്ടാകുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാജ്യ ബഹുമാനം നൽകുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ അത് നൽകുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് തിരിച്ചും വേണം. അതില്ലാത്തതാണ് ഈ വിഷയത്തിനൊക്കെ പ്രധാനമായിരിക്കുന്ന കാരണം എന്നും അതിൻ്റെ കൂടെ പറയുന്നു. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിനായിട്ട് ചർച്ച നടത്തുക. ഈ കരാർ വ്യവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി അന്തിമമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാനും അമേരിക്കയും തമ്മിൽ മധ്യസ്ഥർ മുഖാന്തരം ചർച്ച നടത്തും. അമേരിക്കൻ നാവിക ഉപരോധം ഘട്ടഘട്ടമായി അവസാനിപ്പിക്കുക. അതായത് ഹോർമുസ് കടലിൻ്റെ പല മേഖലയിലും അമേരിക്കയുടെ നാവിക ഉപരോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ കപ്പലുകൾക്ക് സാധിക്കുന്നത് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അത് ഘട്ടം ഘട്ടമായിട്ട് അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിക്കണം. അടുത്തത് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നുള്ള, അത് ഇറാൻ പറയുന്നതാണ്, ഇറാൻ സമ്മതിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ തുറക്കാം എന്നുള്ളതാണ് അത് പറയുന്നത്. ഇറാൻ്റെ എണ്ണ പെട്രോ കെമിക്കൽ കയറ്റുമതിയിലുള്ള നിയന്ത്രണങ്ങൾ അമേരിക്ക ഒഴിവാക്കണം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ കപ്പലാണെങ്കിൽ ഈ ഹോർമുസ് കടലിൽ കടന്നുകൊണ്ട് അറേബ്യൻ കടലിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് ആക്രമിക്കുന്ന പ്രവൃത്തിയുണ്ട്. ഹോർമുസിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടും ഇറാൻ ഈ കപ്പലിനെ ആക്രമിക്കുക അല്ലെങ്കിൽ തിരിച്ചയക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, അവിടെയുള്ള നിയന്ത്രണങ്ങൾ, കയറ്റുമതിയിലുള്ള ഇറാൻ്റെ എണ്ണ പെട്രോ കെമിക്കൽ കയറ്റുമതിയിലുള്ള അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ അപ്പാടെ നീക്കം ചെയ്യുക. ഇറാൻ്റെ പുനർനിർമ്മാണത്തിനായി, അതാണ് വലിയ വിവാദമായിട്ട് മാറിയത്, ഇറാൻ്റെ പുനർനിർമ്മാണത്തിനായി $300 ബില്യൺ സഹായം നൽകുക. സഹായമാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണേഷൻ പോലെ അതല്ലെങ്കിൽ അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതാണ്. അറേബ്യൻ രാജ്യങ്ങളെയും വ്യവസായികളെയും സമ്പന്നരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അമേരിക്കയുടെ വ്യവസായികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു ഡെപ്പോസിറ്റ് ഇറാൻ്റെ ബാങ്കിൽ
നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പുനർനിർമ്മാണ പാക്കേജ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ആ പണം തിരിച്ചു നൽകേണ്ടി വരുമോ അതല്ലെങ്കിൽ അതിന് ലാഭവീതം നൽകണോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടുണ്ട്, 300 ബില്യൺ നൽകണം എന്നുള്ളത്, അത് നൽകാം എന്നുള്ളത് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ചെറിയ സംഭവം തന്നെ. അവർ യുദ്ധം ചെയ്തു, അവർക്ക് തന്നെ വലിയ രീതിയിൽ തിരിച്ചടികളുണ്ടായി, വലിയ നാശനഷ്ടങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 300 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമല്ല യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കുണ്ടായത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ യുദ്ധത്തിനുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും അതിൻ്റെ പുറമെ ഈ പണം കൂടി നൽകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള വിജയമുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീട് ഉപരോധങ്ങൾ ക്രമേണ പിൻവലിക്കുന്നതിനുള്ള ചർച്ച അത് നടത്തും. ഉപരോധം ഘട്ടം ഘട്ടമായ രീതിയിലാണ് പിൻവലിക്കുക. അത് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൂടെ അത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും എന്നതിൽ പറയുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്ന് വീണ്ടും ഉറപ്പ് നൽകുക. ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇറാൻ തന്നെ പറയുകയാണ്, ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഒരു കാര്യത്തും താല്പര്യം കാണിക്കാത്തതാണ്. തങ്ങളുടെ രാജ്യനിയമ വ്യവസ്ഥയിലും ആണവായുധം നിർമ്മിക്കുക എന്നത് പറയപ്പെട്ടിട്ടില്ല. മുൻപ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് തങ്ങളുടെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തങ്ങൾ അത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല. സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമ്പുഷ്ട യുറേനിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ആ പ്രവൃത്തി തങ്ങൾ തുടരുകയും അതോടൊപ്പം തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ല എന്ന് തങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരീക്ഷണ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പരിശോധന നടത്താവുന്നതാണ്. അതിന് എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് നൽകും, മുൻപ് നൽകിയിട്ടുണ്ട്, അതേപോലെ അത് നൽകും എന്നതിൽ പറയുന്നു. അതിൻ്റെ താഴെ പറയുന്നത് ഇങ്ങനെ, IAEAയുടെ മേൽനോട്ടത്തിൽ ആണവ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്കാവാം എന്നുള്ളത് അതിൽ രേഖയിൽ തന്നെ പറയുന്നതാണ്. മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കുക, അത് അടുത്ത സ്റ്റെപ്പാണ്. മരവിപ്പിച്ച ഇറാൻ ഫണ്ട് എന്ന് വെച്ചാൽ $20 ബില്യൺ ഫണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ അമേരിക്ക മരവിപ്പിച്ചതാണ്. അന്താരാഷ്ട്ര ഉപരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ മരവിപ്പിച്ച പണം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ രാജ്യത്തിന് നേരെയുള്ള സ്വതന്ത്രമായിരിക്കുന്ന മറ്റൊരു ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കയുടെ. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലൂടെ, അതായത് മറ്റു രാജ്യത്തോടാണ് പറയുന്നത്, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ UAE-നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഇറാൻ്റെ ഫണ്ടുകൾ മരവിപ്പിക്കണം, ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല, അത് ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ പിന്നെ ഇറക്കുമതി കയറ്റുമതി അതുമായിട്ട് ബന്ധപ്പെട്ട സഹകരണം വലിയ വിഷയങ്ങളൊക്കെ വരുമെന്ന് അറിയുന്നതുകൊണ്ട് എന്താണോ അമേരിക്ക പറയുന്നത് അത് അംഗീകരിക്കലാണ്. അങ്ങനത്തെ $20 ബില്യൺ എങ്കിലും ഉണ്ട് എന്നാണ് പറയുന്നത്. സംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചു നൽകുന്നതിനെ കുറിച്ചുള്ള തീരുമാനം മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കുക എന്നതിൽ പറയുന്നുണ്ട്. അതിൽ $3 മുതൽ $6 ബില്യൺ നിലവിലെ സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് അത് നൽകേണ്ടത്. ഇനി അടുത്ത് പറയുന്നത് കരാർ നടപ്പാക്കാൻ സംയുക്ത മേൽനോട്ട സംവിധാനം രൂപീകരിക്കുക. എന്ന് വെച്ചാൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് കരാർ വ്യവസ്ഥകളൊന്നും ഉണ്ടാക്കില്ല, അത് തങ്ങളോട്ട് അംഗീകരിക്കുകയില്ല. അത് അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിച്ച വലിയ പണിയാണ്. അതിലെന്ത് ചെയ്യണമെന്നറിയോ, മധ്യസ്ഥർ മുഖാന്തരമുള്ള കരാർ വ്യവസ്ഥ സമ്പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കുന്ന തരത്തിലുള്ള രൂപം ഉണ്ടാക്കണം. കരാർ നടപ്പാക്കാൻ സംയുക്ത മേൽനോട്ട സംവിധാനം രൂപീകരിച്ചുകൊണ്ട് അവരുടെ മുഖാന്തരമാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. ഇനി അടുത്തത്, അന്തിമ കരാറിന് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ തേടുക. ഇത് മധ്യസ്ഥർ മുഖാന്തരം വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുന്നതിനപ്പുറമായ രീതിയിൽ അന്തിമ കരാറിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അംഗീകാരം ഉണ്ടാവുകയും അവരുടെ രേഖയിൽ അത് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ആ സമയത്ത് ലോകാവസാനം വരെ ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ തരത്തിലേക്ക് നീക്കണം എന്നും ഇറാൻ പറയുന്നു. അടുത്തത്, ശേഷിക്കുന്ന തർക്ക വിഷയങ്ങൾ അന്തിമ കരാറിലൂടെ തീർപ്പാക്കുക. ഏതെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അന്തിമ കരാറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് 60 ദിവസമാണ് അന്തിമ കരാർ വ്യവസ്ഥയെ പറയുന്നത്, 2 മാസം. അതിനിടയിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപം ഉണ്ടാക്കുക. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ആ തരത്തിൽ കൃത്യതയോട് കൂടിയിട്ട് ഈ വിഷയം അവസാനിപ്പിക്കണം എന്ന് ഈ 14 വ്യവസ്ഥ പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 14 വ്യവസ്ഥ അങ്ങനെ തന്നെ അമേരിക്ക അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ, രാഷ്ട്ര ഭരണാധികാരികളുടെ അഭിപ്രായത്തിൽ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മീഡിയകളുടെ അഭിപ്രായത്തിൽ ഇത് അമേരിക്ക അംഗീകരിക്കും എന്നുള്ളതാണ്.
കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നു. അവരുടെ അടിത്തറക്ക് മുറിവേറ്റിരിക്കുന്നു. അവരുടെ ഞെട്ടലിന് ക്ഷതമേറ്റിരിക്കുന്നു. മറ്റു ലോക രാജ്യങ്ങളിൽ ഇടപെടാനുള്ള ധൈര്യം ഇല്ലാതായിരിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് ഈ സൈക്കോളജിക്കൽ വിഷയം പോലും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദയനീയമായിരിക്കുന്ന ഒരു പരാജയം തങ്ങൾക്കുണ്ടായത് എന്ന് മാത്രമല്ല പറഞ്ഞു നിർത്തുന്നത്, തങ്ങളെ ലോകം ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ തങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു. പിന്നീട് നല്ലത് കരാർ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പാലിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.